ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ കരുത്തരായ മൊറോക്കോയാണ് അവരുടെ എതിരാളികൾ. അതിനുശേഷമാണ് ഹെയ്ത്തി, അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് എന്നിവരെ ബ്രസീൽ നേരിടുക. ഏതായാലും ഈ 3 മത്സരങ്ങളും വിജയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് തന്നെ ബ്രസീലിന് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതിന് സാധിക്കും എന്ന് തന്നെയാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ വിശ്വാസം. അതായത് 3 മത്സരങ്ങളും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഈ ഒരു വേൾഡ് കപ്പിൽ ഉടനീളം വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ നിർബന്ധമായും വിജയിക്കേണ്ടതുണ്ട്. ശരിയാണ്, എതിരാളികളെ ഞങ്ങൾ ബഹുമാനിക്കണം അഥവാ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ അവരെ കുറിച്ച് കൃത്യമായി പഠിക്കണം. ടെക്നിക്കൽ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്, അഥവാ അവരെ കുറിച്ച് പഠിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വരുന്ന 3 മത്സരങ്ങളും വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ ലക്ഷ്യം അത് വളരെ ക്ലിയർ ആണ്. വേൾഡ് കപ്പിൽ ഉടനീളം വളരെയധികം കോമ്പറ്റീറ്റീവായ ഒരു ടീമായി കൊണ്ടിരിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം ബ്രസീലിന് പുറത്തെടുക്കേണ്ടതുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിന് മുന്നേ തന്നെ 2 മികച്ച മത്സരങ്ങൾ ബ്രസീലിനെ കാത്തിരിക്കുന്നു. ഫ്രാൻസും അതുപോലെ തന്നെ ക്രൊയേഷ്യയുമാണ് മാർച്ച് മാസത്തിലെ ബ്രസീലിന്റെ എതിരാളികൾ. പിന്നീട് മൊറോക്കോക്കെതിരെ നടക്കുന്ന മത്സരം ജൂൺ 14 തീയതിയാണ് ബ്രസീൽ കളിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.